നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിന് ശേഷം പ്രശാന്ത് നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിന് ശേഷം ഇറങ്ങി വരികയാണ്. കരുത്തരായ വട്ടിയൂർക്കാവിന്റെ കരുത്തനായ ഒരു സാരഥിയാണ്, LDFന്റെ കരുത്തനായ ഒരു സാരഥിയാണ്. മുൻ MLA കൂടിയാണ്, മേയറായിരുന്നു, തിരുവനന്തപുരം നഗരസഭയുടെ മേയർ കൂടിയാണ് VK പ്രശാന്ത്. ഇവിടെ നിന്ന് നാമനിർദ്ദേശിക പത്ര സമർപ്പണത്തിന് ശേഷം ഇറങ്ങി വരികയാണ്. എങ്ങനെ നിർദ്ദേശിക പത്രിക സമർപ്പണത്തിന് ഇറങ്ങി വരികയാണ്. മൂന്നാമത്തെ തവണയും ജനവിധി തേടുകയാണ്. എന്താണ് പറയുന്നത്? തീർച്ചയായിട്ടും വളരെ ആവേശത്തോടു കൂടി ഞങ്ങളുടെ LDF പ്രവർത്തകർ ഈ ഇലക്ഷൻ വിജയം ഉറപ്പാക്കാനുള്ള പ്രവർത്തനങ്ങൾ നടത്തുകയാണ്. അപ്പൊ കടുത്ത ചൂടാണ്. അതെ, അപ്പൊ ചൂടിനെയും വെല്ലുവിളിച്ചുകൊണ്ട് LDFന്റെ പ്രവർത്തകന്മാർ ആദ്യഘട്ടത്തിൽ വലിയ മേൽക്കോയ്മ നേടിയിട്ടുണ്ട്. ചുവരെഴുത്തായാലും മറ്റ് പ്രചരണങ്ങളായാലും അഭ്യർത്ഥനയായാലും ഞങ്ങളുടെ പ്രവർത്തകർ കൊടുത്ത് ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. വീട് വീടാന്തരം സ്ഥാനാർത്ഥി എന്ന നിലയിൽ പരമാവധി പോകാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്ക് നല്ല ശുഭാപ്തി വിശ്വാസമുണ്ട്. കഴിഞ്ഞ 5 വർഷക്കാലം LDF ഗവൺമെന്റ് വട്ടിയൂർക്കാവിനെ സംബന്ധിച്ച് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തു. പണം ആവശ്യത്തിന് അനുവദിച്ചു. ഇപ്പൊ മുമ്പെങ്ങും ഇല്ലാത്ത നിലയിൽ ഒരു നിയോജക മണ്ഡലത്തിലേക്ക് 1600 കോടി രൂപയിലധികം ഗവൺമെന്റ് ചെലവിടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വട്ടിയൂർക്കാവിന്റെ സുവർണകാലമായിരുന്നു. അപ്പൊ കേരളത്തിലും 1,10,000 കോടി രൂപയുടെ പദ്ധതികൾ നടക്കുകയാണ്. അപ്പൊ അത് നാടിന്റെ തന്നെ ഒരു വലിയ വികസന മുന്നേറ്റമാണ് കഴിഞ്ഞ 5 വർഷം കൊണ്ട് LDF ഗവൺമെന്റ് നടത്തിയത്. ആ വികസനത്തിന്റെ ഭാഗമായി വട്ടിയൂർക്കാവിനും മുന്നേറാൻ വേണ്ടി കഴിഞ്ഞു. ആ മുന്നേറ്റം തുടരുക എന്നുള്ളതാണ് തുടർച്ചയാണ് ഞങ്ങൾ ജനങ്ങളോട് അഭ്യർത്ഥിക്കുന്നത്. നമ്മൾ തുടങ്ങി വെച്ചിട്ടുള്ള പദ്ധതികൾ പൂർത്തീകരിക്കാൻ ഒരു അവസരം ജനങ്ങൾ നൽകണം. പുതിയതായിട്ട് എന്തെങ്കിലും ഒരു വികസന പദ്ധതി മുന്നോട്ട് വയ്ക്കുന്നുണ്ടോ വട്ടിയൂർക്കാവിന് വേണ്ടി? തീർച്ചയായിട്ടും നമ്മൾ ഇപ്പൊ തുടങ്ങിയത് തന്നെ വട്ടിയൂർക്കാവിനെ ഒരു വിഷനോടുകൂടി കണ്ടുകൊണ്ടാണ്. 2040 വട്ടിയൂർക്കാവിന്റെ മുഖച്ഛായ മാറും. ഏതാണ്ട് നഗരത്തിന് സമാനമായിട്ടുള്ള സംവിധാനങ്ങൾ വട്ടിയൂർക്കാവിലേക്ക് എത്തും. 4 വരി റോഡ് വരുന്നുണ്ട്, സിറ്റി ഗ്യാസ് വരുന്നുണ്ട്, ഡ്രെയിനേജ് എക്സ്റ്റൻഷൻ വരുന്നുണ്ട്, ഏതാണ്ട് 2000-ഓളം വീടുകളിൽ പുതുതായി സീവേജ് കണക്ഷൻ വരുന്നുണ്ട്, കുടിവെള്ള കണക്ഷൻ എല്ലാ വീട്ടിലും വരികയാണ്, സോളാർ ലൈറ്റുകൾ ഏതാണ്ട് 1000-ഓളം സ്ഥാപിച്ചു കഴിഞ്ഞു. അപ്പൊ ഇങ്ങനെ വളരെ വിഷൻ നമ്മളൊരു തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പൊ വട്ടിയൂർക്കാവിൽ ഞങ്ങൾ 2040 വട്ടിയൂർക്കാവാണ് മുന്നോട്ട് വെക്കുന്നത്. 5 വർഷമല്ല, ഇതിന് തുടർച്ചയായിട്ടുള്ള പ്രക്രിയയാണ് നമ്മൾ ആരംഭിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ജനങ്ങൾ ഞങ്ങളോടൊപ്പം നിന്ന് ആ വികസന മുന്നേറ്റത്തിന് തുണയായി മാറണം എന്നുള്ളതാണ് ഞങ്ങളുടെ അഭ്യർത്ഥന. കരുത്തരാണ് എതിർ സ്ഥാനാർത്ഥികൾ, അതിൽ ഞങ്ങൾക്ക് ആശങ്കയില്ല. കാരണം കഴിഞ്ഞ 8 വർഷക്കാലം ശ്രീ K മുരളീധരൻ MLA ആയിരുന്നു. അദ്ദേഹം വട്ടിയൂർക്കാവ് ഉപേക്ഷിച്ചു പോയതാണ്. അപ്പൊ അതുകൊണ്ട് ജനങ്ങൾ അത് വിലയിരുത്തും. ആ 8 വർഷക്കാലവും തുടർന്ന് വന്ന LDFന്റെ ജനപ്രതിനിധിയിലുള്ള 6 വർഷക്കാലവും എങ്ങനെയായിരുന്നു എന്നുള്ളൊരു കമ്പാരിസൺ വരും. അവിടെയാണ് മാറ്റം ജനങ്ങൾക്ക് ഫീൽ ചെയ്യുക. പൊട്ടിപ്പൊളിഞ്ഞ റോഡുകളിലൂടെയായിരുന്നു പണ്ട് കാലത്ത് വട്ടിയൂർക്കാവിലെ ജനങ്ങൾ സഞ്ചരിച്ചിരുന്നത്. ഇന്ന് എതിർ സ്ഥാനാർത്ഥികൾക്കടക്കം BM and BC ചെയ്ത റോഡിൽ കൂടെ പോവാം. അപ്പോൾ അവർക്ക് വളരെ സ്വസ്ഥമായി കുലുങ്ങാതെ യാത്ര ചെയ്ത് വോട്ട് ചോദിക്കാം. NDAക്കും കരുത്ത് തെളിയിക്കുന്ന ഒരു വട്ടിയൂർക്കാവ് മണ്ഡലമാണ് ഇപ്പൊ നിലവിലുള്ളത്. അതെ, തീർച്ചയായിട്ടും. അപ്പൊ അത് അവരുടെ ശക്തിയൊന്നും നമ്മൾ കുറച്ച് കാണുന്നില്ല. നല്ല എതിരാളികൾ തന്നെയാണ്. പക്ഷേ ഞങ്ങൾ ചെയ്ത വികസനവും ജനങ്ങളോടുള്ള ആത്മാർത്ഥമായിട്ടുള്ള ഇടപെടലും അവർ അംഗീകരിക്കും എന്നുള്ളതാണ് ഞങ്ങൾ കാണുന്നത്. കഴിഞ്ഞ 5 വർഷവും ഒരു നിത്യ സാന്നിധ്യമായി ജനങ്ങളെ ഏൽപ്പിച്ച ചുമതല MLA എന്ന നിലയിൽ നിർവഹിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഒരു തുടർച്ച തീർച്ചയായും ജനങ്ങൾ ഞങ്ങളോടൊപ്പം നിൽക്കും എന്നുള്ളതാണ്. താങ്ക് യു.